ശ്രീ യുവരാജ് ഗോകുൽ, മഹായുതി ചരിത്ര നേട്ടമാണ് ആർജിച്ചിരിക്കുന്നത്. ഇവിടെ അധികാരം കേന്ദ്ര സർക്കാരിന്റെ കീഴിലായതുകൊണ്ടാണ് അത്തരം ചില ഘടകങ്ങൾ കൂടി ഇതിന് ബലമേകി എന്നുള്ള വാദങ്ങളോട് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതുമാത്രമല്ല, മഹാവികാസ് അഘാഡി എന്നുള്ളത് ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ നിഷ്പ്രയാസം മഹായുതിയെ മറികടക്കുമായിരുന്നു എന്നുള്ള വാദഗതിയും കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. അതിനെയും എങ്ങനെയാണ് കാണുന്നത്? അല്ല, രണ്ട് പോയിൻ്റാണ്. ഒന്ന്, ശ്രീ നിയാസ് പറഞ്ഞു NDA അല്ല ശിവസേനയെ ഞങ്ങൾ സാമം ദാനം ഭേദം ദണ്ഡം ഇതൊക്കെ ഉപയോഗിച്ച് വിഭജിച്ച് ഞങ്ങളെന്തോ ചെയ്തു എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ നിയാസിന് ഓർമ്മ ഇല്ലാത്തതാണോ അതോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ എന്നറിയില്ല. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തത് NDAക്കാണ്, അല്ലാണ്ട് കോൺഗ്രസ് മുന്നണിക്കായിരുന്നില്ല. വളരെ ഡിസിസീവായിട്ടുള്ളൊരു മാൻഡേറ്റ് ആയിരുന്നു NDAക്ക് തന്നിരുന്നത്. 105 സീറ്റുകളാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതാണ്ട് പകുതി മാത്രമാണ്, അതിൻ്റെ പകുതി മാത്രമാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നത്. അതായത് പ്രിഡോമിനൻ്റ്ലി ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് BJPക്കാണ്. BJPയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാനായിരുന്നു, BJPയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ ഉണ്ടാക്കാനായിരുന്നു. പക്ഷേ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്ന് പറയുന്നത് സോണിയ ഇരിക്കുന്നത് പോലെ തന്നെ അവരുടെ ഒരു കുടുംബത്തിലേക്ക് മാത്രമായി ചുരുക്കണമെന്ന് ആഗ്രഹിക്കുകയും ആ തരത്തിൽ ജനവിധി അട്ടിമറിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനവിധി അട്ടിമറിച്ചുകൊണ്ട് ഈ പറയുന്ന സാമവും ദാനവും ഭേദവും ദണ്ഡവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജനവിധി അട്ടിമറിച്ചുകൊണ്ട് ആ അധികാരത്തിൻ്റെ പങ്ക് പറ്റാനാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ UPA ശ്രമിച്ചത്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഈ തരത്തിൽ ജനവിധികളെ അട്ടിമറിക്കുന്ന സ്വഭാവമാണ് നിങ്ങൾ കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള മറുപടി എന്നുള്ള നിലയിൽ 3 വർഷം കഴിയുന്ന സമയത്ത് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ബാൽ താക്കറെ ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ എതിർത്ത രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഒരു തരത്തിലും അവരുമായി യാതൊരു തരത്തിലുള്ള സഖ്യവും ഉണ്ടാക്കില്ല എന്ന് ശപഥമെടുത്തിരുന്ന ഒരാളായിരുന്നു ബാൽ താക്കറെ എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പോൾ ആ ബാൽ താക്കറെയുടെ ഓർമ്മകളെ പോലും നാണിപ്പിക്കുന്ന തലത്തിലേക്ക് ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ കൊണ്ടുപോയപ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ബഹുഭൂരിപക്ഷം MLAമാരും അവിടെ നിന്ന് മാറി അവരാണ് യഥാർത്ഥ ശിവസേന എന്ന് അവർ ഞങ്ങളാരെയും അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ചേർത്തിട്ട് രാഷ്ട്രീയമൊന്നും നടത്തിയിട്ടില്ല. അവർ പറയുന്നുണ്ടായിരുന്നു ബാൽ താക്കറെയുടെ യഥാർത്ഥ അസ്മിത പുലർത്തുന്ന ശിവസേന എന്ന് പറയുന്നത് ഞങ്ങളാണ്, ഇവരല്ല. ബാൽ താക്കറെ ആരെയാണോ എതിർത്തത് അവർക്കൊപ്പം ചേർന്നുകൊണ്ടാണ് നിലവിലെ ശിവസേന പൊക്കോണ്ടിരിക്കുന്നത്, നിലവിലെ ഉദ്ധവ് താക്കറെ കുടുംബം പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ ശിവസേന എന്ന് പറഞ്ഞ് അവർ മുൻപോട്ട് പോകാൻ തയ്യാറായപ്പോഴാണ് മഹാരാഷ്ട്രയിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്തത് ആ മുന്നണി അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതൊന്നും കോൺഗ്രസിൻ്റെ പച്ചവെള്ളം മാത്രം ചവച്ചു കുടിക്കുന്നു എന്നുള്ള തരത്തിലുള്ള രാഷ്ട്രീയമൊന്നും അല്ല അവിടെ നടന്നിരിക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അങ്ങ് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, മഹാവികാസ് അഘാഡി ഒന്നിച്ച് നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങൾ കാണിച്ചേനെ എന്നുള്ളതാണ്. ഇനി അവരെ ഒന്നിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്ന ബാധ്യതയും കൂടി BJPക്കാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് തോറ്റ് കഴിയുമ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് തോറ്റു, കോൺഗ്രസ് മത്സരിച്ചാണ് തോറ്റത്, കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് ബോധിപ്പിക്കേണ്ട ബാധ്യത കൂടി ഇപ്പോൾ നിലവിൽ BJPക്കാണ് വന്നിരിക്കുന്നത്. കാരണം തിരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടിക പഠിക്കില്ല, തിരഞ്ഞെടുപ്പിന് സമയത്ത് ഏജൻറ്റുമാർ മര്യാദയ്ക്ക് അതിനകത്തിരിക്കില്ല, ഔട്ട് ഏജൻറ്റുമാർക്ക് പണിയറിയില്ല, തിരഞ്ഞെടുപ്പിന് 45 ദിവസത്തിനകത്ത് പരാതികളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൊണ്ടുപോയി പരാതി കൊടുക്കാൻ പറഞ്ഞാൽ അതറിയില്ല. ഇതൊന്നും ചെയ്യാതെ 1 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ തോറ്റതല്ല, ഞങ്ങളെ തോൽപ്പിച്ചതാണ്, ഞങ്ങളെ ഇങ്ങനെ ചെയ്തു, ഞങ്ങളെ അങ്ങനെ ചെയ്തു, ഞങ്ങളെ പിച്ചി മാന്തി നുള്ളി എന്നൊക്കെ പറഞ്ഞും കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കുറേ ആൾക്കാർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അയ്യോ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, നിങ്ങളിതേ വോട്ടർ പട്ടിക പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ബൂത്ത് ഏജൻറ്റുമാരെ വോട്ടർ പട്ടിക പഠിപ്പിക്കേണ്ടത്, അവരോട് ഏജൻറ്റുമാരെടുത്ത് ചലഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കേണ്ടത്, ഇതിൻ്റെയൊക്കെ ബാധ്യത കൂടി ഇപ്പം നിലവിൽ BJPക്കാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോൾ ഓരോ ദിവസവും കഴിയുമ്പോൾ, ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഭംഗിയായി തോറ്റതിന് ശേഷം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ്, ഇനി 10 ദിവസം കൂടെ ഉള്ളൂ കേട്ടോ 45 ദിവസം ആവാൻ, ഇനി 5 ദിവസം കൂടെ ഉള്ളൂ കേട്ടോ 45 ദിവസം ആവാൻ, ഇനി 1 ദിവസം കൂടെ ഉള്ളൂ കേട്ടോ 45 ദിവസം ആണെന്ന് ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക്. കാര്യം എന്താ, നിങ്ങൾക്ക് പരാതി വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ
കിട്ടിയാൽ തീർച്ചയായിട്ടും ആ പരാതിക്ക് പരിഹാരം കാണാൻ കഴിയും. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വോട്ട് ചോരി, എൻ്റെ വോട്ടൊക്കെ ചോർന്നു എന്നും പറഞ്ഞിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് കാര്യമില്ല. ആ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ മഹാവികാസ് അഘാടി ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കാണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് നിൽക്കണമെന്നേ. ഞങ്ങൾ വന്നിട്ട് നിങ്ങളെല്ലാവരെയും കൂടെ വിളിച്ചിരുത്തി സംസാരിച്ചിട്ട് ഇങ്ങനെയൊന്നും തമ്മിലടിക്കാൻ പാടില്ല കേട്ടോ, നിങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുത്തേണ്ട ബാധ്യതയും കൂടി ഞങ്ങൾക്കാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തെങ്കിലും നേട്ടം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ നേട്ടമാണ്. അവിടെ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സഖ്യകക്ഷികളുടെ കുഴപ്പമാണ്. ഇത് നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നണിയും അങ്ങനെ ആയി പോകുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ ദിവസവും താഴേക്ക് പോകുന്നത്. ശരി.